ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായില്ലേ ക്ലാസ് ഇട്ടിട്ട് ഞാൻ ഒരുപാട് ബിസി ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിബ് എങ്ങനെയാണ് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് മോഡൽ സിബ് ഉണ്ട്, ഒന്ന് വിസിബിൾ സിബും ഒന്ന് ഇൻവിസിബിൾ സിബും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിസിബിൾ സിബ്, അതായത് നോർമൽ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബോഡി പാർട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഇഞ്ചിൽ ഇതുപോലെ 3 ഇഞ്ചിൽ ഒരു പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സിബ് വെക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തുക. ഒന്നുകിൽ അയൺ ചെയ്തിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ വിരൽ കൊണ്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുത്താലും മതി കേട്ടോ. അതുപോലെ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുക. അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ വിരൽ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ വേണം നമുക്ക് ഈ ഒരു പീസിനെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെക്കുന്നതിന് മുന്നേ നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സിബ് വെച്ചതിന് ശേഷം നെക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെൻറ്റർ പീസുകൾ ഇതിന് രണ്ട് സൈഡും ഇതുപോലെ ഒരു മടക്ക് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാതിരുന്നതാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ഈ ഒരു പീസ് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. രണ്ട് പീസിൻ്റെ, അതായത് ബോഡി പാർട്ടിൻ്റെ സെൻറ്ററും ഈ ഒരു പീസിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെക്കുക. അപ്പോൾ ക്ലോത്ത് ഈ ഒരു പീസ് എന്ത് ചെയ്യുക, കുറച്ച് മീതേക്കായിട്ട് കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ബോൾ പിന്നുണ്ടെങ്കിൽ ഇതുപോലെ സെൻറ്ററിലൊന്ന് പിന്നെ ചെയ്ത് കൊടുക്കുക. അതല്ല എങ്കിൽ പിന്നില്ലെങ്കിൽ ഇതുപോലെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഒരു സെൻറ്ററിൽ സ്റ്റിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് റൈറ്റും ലെഫ്റ്റും മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത്, സിബ് വെക്കാനുള്ള സിബിൻ്റെ ഓപ്പൺ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ആ ഒരു ലെങ്ത്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു വി ഷേപ്പിൽ വേണം കേട്ടോ താഴേക്ക് വരാനായിട്ട്. ഇനി ഒരു മാർക്ക് ചെയ്ത ഇതിലൂടെ നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു വി ഷേപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇനി നമ്മൾ കറക്റ്റ് സെൻറ്റർ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പീസിനെ ചീത്ത വശത്തേക്ക് മറിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ചീത്ത വശത്തേക്ക് നന്നായിട്ടൊന്ന് വിരൽ കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോർമൽ സിബാണ് കേട്ടോ ഫസ്റ്റ് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് സിബിനെ ഓപ്പൺ ചെയ്തെടുക്കുക. ശേഷം കറക്റ്റായിട്ട്, അതായത് നമ്മളിപ്പോൾ നെക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഇറക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്താലും മതി കേട്ടോ. ഇതുപോലെ ആ ഒരു സിബിൻ്റെ റണ്ണർ ഉണ്ടല്ലോ, ഇതിൻ്റെ ആ ഒരു കണ്ടോ, ഈ ഒരു ഇതിലൂടെ നമുക്ക് അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ നോർമൽ ഫൂട്ട് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇൻവിസിബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഫൂട്ടിനെ മാറ്റി കൊടുക്കാനൊക്കെ ഉണ്ട്. ഈ ഒരു സിബ് ചെയ്യുമ്പോൾ കറക്റ്റ് നോർമൽ ഫൂട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇതേപോലെ ഒന്ന് ബോക്സായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗം ഓപ്പണിൻ്റെ അവിടെ നമുക്ക് ഓപ്പണിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് താഴേക്ക് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ ഒന്ന് തിരിച്ച് ബോക്സായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ.
അതിനുശേഷം ഇത് മീതേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സിബിനെ ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ സിബ് ഒന്ന് ക്ലോസ് ചെയ്ത് ഇതുപോലെ ക്ലോത്തിനെ സിബിൻ്റെ ഇതേപോലെ ഒന്ന് നമുക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ കണ്ടോ ഇതുപോലെ സിബിനെ കവർ ചെയ്തിട്ട് സിബിൻ്റെ മീതേക്കൊന്ന് ക്ലോത്തിനെ കയറ്റി വയ്ക്കുക. കണ്ടോ ഇതേപോലെ കയറ്റി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. സിബിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കാരണം ഏറ്റെത്തുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. താഴേക്ക് സിബിനെ ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കവർ ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോഡി പാർട്ടിൽ സിബ്, അതായത് നമ്മൾ നോർമൽ സിബ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് പഠിക്കാം. അപ്പോൾ താങ്ക് യു.